ഗൈസ് ഫൈനലി അങ്ങനെ ഞാൻ കാത്തിരുന്ന മെറ്റീരിയൽസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അൺബോക്സ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും അത് സംഭവം പൊട്ടിച്ച് സെറ്റാക്കി എടുത്ത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സാമ്പിൾസ് മാത്രമാണ് ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ സംഭവം സെറ്റാണെങ്കിൽ ബാക്കി കളേഴ്സ് കൂടി എടുക്കാമെന്ന് വിചാരിക്കണം. ഇത് നല്ലൊരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡിൽ ഒരു ലൈറ്റ് ഒരു ബ്ലൂവും ആഷൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡിൽ വന്നിട്ടുള്ള സീവയുടെ ഒരു ഫാബ്രിക്കാണ്. ഇതിൻ്റെ ഒരു ഷെയ്ഡും കൂടി ഇവിടെ എവിടെയോ ഉണ്ട്. അതൊന്ന് ഞാൻ തപ്പി നോക്കട്ടെ. ജസ്റ്റ് കിട്ടിപ്പോയി. ഇതാണ് കേട്ടോ ഷെയ്ഡ്. ഇത് വന്നിട്ട് ഒരു എന്താ പറയുക, ഒരു ഗ്രീന്, ഒരു നല്ല ഭംഗിയുള്ളൊരു ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡാണ്. നല്ല ഡാർക്കായിട്ട് വന്നിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഈ വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവണില്ല. പക്ഷെ അടിപൊളി മെറ്റീരിയലാണ്. എന്നിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. സീവേ എന്നുള്ള ഫാബ്രിക്കാണ്. നല്ല വിത്ത് കൂടിയതാണ്. അബായക്കും കോഡ്സെറ്റിനും ഗൗണിനൊക്കെ സൂപ്പറായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. സംഭവം എന്തായാലും വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് ഇത്. പിന്നെ അബായയുടെ മെറ്റീരിയൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരാറുള്ളത് ബ്ലാക്കിനാണ്. അതിൻ്റെ തന്നെ ഒരു 4 വെറൈറ്റി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മുടെ നോർമൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫിർദൗസിൻ്റെ വരുന്ന ബ്ലാക്കാണ്. പിന്നെ നമുക്കൊരു സൂമിൽ വരുന്നൊരു ബ്ലാക്ക് ഉണ്ട്. ഇതെല്ലാം നല്ല ജെറ്റ് ബ്ലാക്കാണ് കേട്ടോ. ഇത് BSWയിൽ ഇത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് നിതയാണ് കേട്ടോ. ഇന്ത്യൻ നിതയല്ല, നല്ല ഫ്ലോയി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടഡ് നിതയാണിത്. നല്ല രസമാണ് കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ്. പിന്നെ ഒരു BSW എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ഇതും നല്ലൊരു ബ്ലാക്കാണ്. ഇതും നല്ലൊരു, നമുക്കിതിൻ്റെ ടെക്സ്ചർ നമുക്ക് പിടിച്ച് നോക്കിയാലാണ്ട് അറിയാൻ പറ്റുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ഇത് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് ഒരു സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത് നമുക്ക് ഹിജാബൊക്കെ ചെയ്യാൻ പറ്റിയ, സലഫി കട്ടൻ ചെയ്യാൻ പറ്റിയ ടൈപ്പ് കളർ. ആക്ച്വലി ഇതെല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡാണ്. അതിൻ്റെയും ഒരു 2 ഷെയ്ഡ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂവും പിന്നെ ഒരു ആഷ്. ഈ കളറേ അല്ല കേട്ടോ, നല്ല ഡാർക്കായിട്ടുള്ള ഒരു ആഷാണ് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് സലഫി മക്കനെയും അതുപോലെ തന്നെ പർദ്ദയും ഗൗണും കുറച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പ്ലെയിൻ ഫാബ്രിക് തന്നെയാണ് അത്. അതിൻ്റെയും ഒരു 2 ഷെയ്ഡ് ഞാൻ സോഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതായി ഒരു പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന നല്ല നിതയിൽ വന്നിട്ടുള്ള ഒരു അബായ ഫാബ്രിക്കാണ് കേട്ടോ ഇത്. ഇതായി ഒരു ടൈപ്പ് പ്രിൻ്റാണ് വരുന്നത്. ഒരു ചെക്ക് പാറ്റേണിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. ആൻഡ് ഒരു വെറൈറ്റി ഫാബ്രിക് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. സംഭവം വന്നിട്ട് സെൽട്ടോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫാബ്രിക്കാണ് കേട്ടോ. ഇത് നമുക്ക് അബായം ചെയ്യാം, ഗൗണൊക്കെ ചെയ്യാൻ അടിപൊളിയാണ്. കാരണം നമുക്കിത് ലൈനിങ് ആവശ്യം തന്നെ വരുന്നില്ല. നല്ല വിടുത്തുമാണ്, സോഫ്റ്റുമാണ്. നമുക്ക് നല്ല ഒട്ടും ചൂടെടുക്കാത്ത ടൈപ്പ് നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ്. സെൽട്ടോസ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് വരുന്നത്. അതിൻ്റെയും ഒരു 3 ഷെയ്ഡ് ഞാൻ സാമ്പിളായിട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതാണ് ഒരു ഷെയ്ഡ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഈ ഒരു പ്രിൻ്റാണ്. ഈ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു